തൃശൂർ വരവൂർ ഗവൺമെന്റ് HSS സ്കൂളിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ തെറ്റ് സമ്മതിച്ച അധ്യാപകൻ മണികണ്ഠൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റായിരുന്നു സംഭവിച്ചതെന്നും വിദ്യാർത്ഥി അപമര്യാദയായി പെരുമാറിയതാണ് പ്രകോപനത്തിന് കാരണമെന്നുമാണ് അധ്യാപകൻ മണികണ്ഠന്റെ വിശദീകരണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് SFI സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അധ്യാപകനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുത്തേക്കുമെന്നാണ് സൂചന. രണ്ടാഴ്ച മുമ്പാണ് വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിക്കുന്നത്. ക്ലാസ്സിൽ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് കുട്ടിയെ അധ്യാപകൻ ചൂരൽ കൊണ്ട് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ പരാതിപ്പെടുകയും വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് അധ്യാപകൻ തെറ്റ് സമ്മതിച്ച് വിശദീകരണവുമായി എത്തിയത്. എൻ്റെ ഒരു കാഴ്ചപരിമിതിയുള്ള ഒരാൾ കൊണ്ടാണ് ഞാൻ, തീരെ കാണാത്ത ഒരാളാണ്. അപ്പോൾ ഇത്രയും 10-40 കുട്ടികൾ ആ ക്ലാസ്സിലിരിക്കുന്നു. അവരുടെ മുന്നിൽ ഒരു കോമാളിയാക്കിയിട്ടാണ് എന്നെ കുട്ടി കാണിച്ചിരിക്കുന്നത്. ആ മേശയുടെ മുകളിൽ കയറിയിരിക്കുക. അപ്പോൾ മുൻകാലങ്ങളിലും ആ കുട്ടിയിൽ നിന്നോ മറ്റു കുട്ടികളിൽ നിന്നോ എന്നെ അങ്ങനെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. എനിക്ക് അത്രയും വിഷമമായി, സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ഒരു പ്രകോപനം ഉണ്ടായി. പെട്ടെന്ന് തോന്നിയൊരു വികാരത്തിലാണ് ഞാൻ ആ കുട്ടിയെ ചെയ്യുന്നത്. ചെയ്യാൻ പാടില്ലാത്താണ്, പറ്റിപ്പോയി. അല്ലാതെ ഒരിക്കലും ഒരു വൈരാഗ്യത്തോട് കൂടിയിട്ട് കുട്ടിയോട് ചെയ്തതല്ല. കാഴ്ച പരിമിതിയുള്ള തന്നോട് വിദ്യാർത്ഥി അപമര്യാദയായി പെരുമാറിയതാണ് പ്രകോപനത്തിന് കാരണമെന്ന് അധ്യാപകനായ മണികണ്ഠൻ പറഞ്ഞു. മറ്റൊരു അധ്യാപിക സംഭവത്തെക്കുറിച്ച് അറിയിച്ചപ്പോൾ വലിയ വിഷമം തോന്നിയെന്നും വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്നും അധ്യാപകൻ പറയുന്നു. അതേസമയം വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ പോലീസിലും ചൈൽഡ് ലൈനിലും പരാതിപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ ചെറുതുരുത്തി പോലീസ് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഇതോടെയാണ് SFIയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. സംഭവത്തിന് ശേഷം PTA യോഗം ചേർന്ന് വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകിയതായി പ്രധാന അധ്യാപിക ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പിന്റെയും പോലീസിന്റെയും തീരുമാനങ്ങൾ അനുസരിച്ചാകും വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കുകയെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് മലയാളം, തൃശൂർ.